ഹലോ, ഇന്ന് നമുക്ക് ബോഗൺവില്ല റീപ്ലാന്റ് ചെയ്താലോ? ഒരുപാട് വർഷങ്ങളായിട്ട് ചട്ടിയിലിരിക്കുന്ന പ്ലാന്റാണ്. ഇതെല്ലാം ഒന്ന് റീപ്ലാന്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അതെല്ലാം ഇന്ന് ആ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുകയാണ്. ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ്. ഈ ചെടികളെല്ലാം കുറച്ച് വർഷങ്ങളുണ്ട് ഈ ചട്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. പ്ലാന്റ് എല്ലാം ഒരു ദോഷിച്ചു പോയി എന്ന് തന്നെ പറയാം. ഇലകളുമില്ല, എല്ലാം കാട് കയറി. അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് മണ്ണൊക്കെ ലെവലാക്കാൻ പോവാണ്. വേരെല്ലാം മണ്ണിനോട് ചേർന്ന് ഉറച്ചിരിക്കുകയാണ്. അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ചെടികളെല്ലാം കുറേ വർഷങ്ങളായി ഈ ചട്ടിയിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതാണ് വേരെല്ലാം ഇങ്ങനെ ഉറഞ്ഞു പോയത്. ഇത് റീപ്ലാന്റ് ചെയ്യുന്നത് വഴി നല്ല രീതിയിൽ വളരാനും കൂടുതൽ പൂക്കൾ തരാനൊക്കെ സഹായിക്കും. അങ്ങനെയാണ് ഇതെല്ലാം റീപ്ലാന്റ് ചെയ്യാമെന്ന് കരുതിയത്. ഇത് വളരെ ശ്രദ്ധയോടെ കൂടിയാണ് ഇതിൻ്റെ മണ്ണിൽ നിന്നെല്ലാം പുറത്തെടുത്തത്. കാരണം വർഷങ്ങൾ കൊണ്ട് ചട്ടിയും പഴയ ചട്ടിയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കൊണ്ടേ ഉള്ള ചട്ടി ആയതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധയോടെ കൂടി എടുത്ത് വെച്ച് പ്ലാന്റ് എല്ലാം എടുത്ത് അതേ മണ്ണ് തന്നെയാണ് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. ശിവൻകുട്ടനും കൂടെ ഞാനും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാം റെഡിയാക്കി തരുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലാന്റ് അങ്ങനെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്തെല്ലാം കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ആവേശത്തോടെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നല്ല ശക്തിയിൽ കാറ്റ് വീശുകയാണ്. നല്ല ശക്തിയിൽ നല്ല മഴയും കാറ്റൂടെ നല്ല വീശി. അങ്ങനെ പ്ലാന്റിൻ്റെ പരിപാടി നിർത്തി വെച്ചിട്ട് അതിനുശേഷം പിന്നെയും തുടരുകയാണ്. ഞാൻ ചെയ്യുന്ന ഓരോ സമയത്തും എൻ്റെ കൂടെ വന്ന് സഹായിക്കാറുണ്ട്. കാരണം അവനിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മളെന്തോ ചെയ്യുന്നു അതനുസരിച്ചിട്ട് അവനും അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
റീപ്ലാന്റ് ചെയ്യും. പിന്നെ അടുത്ത ചട്ടി എടുത്ത് വെച്ചപ്പോഴത്തേനും നല്ലത് പൊടിഞ്ഞു പോയി ഗൈസ്. കാരണം അത് വർഷങ്ങളായ ചട്ടി ആയതുകൊണ്ടായിരിക്കാം. എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് എല്ലാം പോയത്. ചുടുകട്ടയൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ മയിൽക്കുട്ടന്മാരുണ്ട്. അവരെല്ലാം വന്ന് ചെതഞ്ഞ് ഇതെല്ലാം ചട്ടിയെല്ലാം തറയിൽ വീണ് പൊട്ടിക്കാറുണ്ട്. അതുകൊണ്ട് വെയിറ്റിന് വേണ്ടി എല്ലാം ചുടുകട്ട എടുത്ത് വെച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാം കുളമായി. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി. പിന്നെ കുറച്ച് 10 മണി ചെടികൾ കിട്ടിയപ്പോൾ അതെല്ലാം ഒന്ന് ചെറിയ ചട്ടിയിലാക്കി ക്ലീൻ ചെയ്തു. അതെല്ലാം ഒന്ന് ചട്ടിയൊക്കെ കഴുകി സെറ്റാക്കി റെഡിയാക്കി വെക്കണം. അങ്ങനെ ചെടികളെല്ലാം കഴുകി എല്ലാം സെറ്റാക്കി വെച്ചു. പ്ലാന്റിങ് എല്ലാം കഴിഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ബോഗൺവില്ല ചെടികളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള ഗാർഡൻ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. ഓക്കെ, ബൈ.